കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രം മേധാവിത്വമുള്ളൊരു പാർട്ടിയാണ് RSP എന്ന പേരുദോഷം നേരത്തെ തന്നെയുണ്ട്. അതായത് RSP ഇടതുപക്ഷത്ത് നിന്ന സമയത്തു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാമർശങ്ങൾ ഉയർന്നിട്ടുണ്ട്. തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെ വ്യാപിച്ചു കിടക്കുന്ന പാർട്ടി എന്നൊക്കെ തമാശ രൂപത്തിൽ പലരും ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. 2014 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായിരുന്നു RSP. പിളർന്ന് പല കഷ്ണങ്ങളായി കിടന്ന ഈ RSPയുടെ പ്രധാന കഷ്ണം അന്ന് LDFനൊപ്പമായിരുന്നു. പരമാവധി പരിഗണനയും കൊടുത്തു തന്നെയാണ് LDF അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSPയിലെ അന്നത്തെ യുവതുർക്കി NK പ്രേമചന്ദ്രൻ ചവറ നിയമസഭാ മണ്ഡലത്തിൽ തൻ്റെ ഗുരുവിൻ്റെ മകനും ആജന്മശത്രുവുമായ ഷിബു ബേബി ജോണിനോട് പരാജയപ്പെടുന്നു. 1-2 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ അന്ന് UDF അധികാരത്തിലെത്തുന്നു. മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അധികാരമേൽക്കുന്നു. മത്സരിച്ച സിറ്റിംഗ് MLAമാർ ഭൂരിപക്ഷവും വിജയിച്ചിട്ടും പ്രേമചന്ദ്രൻ്റെ തോൽവി ഇടതുപക്ഷത്തിന് വലിയൊരു ആഘാതമായിരുന്നു സമ്മാനിച്ചത്. അതിനു കാരണം ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നല്ലൊരു പേര് അദ്ദേഹം അക്കാലത്ത് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ആ പേര് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് പ്രേമചന്ദ്രനെയും LDFനെയും ഒരുപോലെ ഞെട്ടിച്ചു. ഇന്ന് പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അസീസുമൊക്കെ വാഴുന്ന RSP UDFൻ്റെ ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും RSP എന്ന പാർട്ടിയുടെ നല്ല കാലം എന്ന് പറയുന്നത് 2014 മുൻപ് LDFനുണ്ടായിരുന്ന ആ സമയമായിരുന്നു എന്ന് ഇന്നത്തെ UDFലെ രാഷ്ട്രീയ പാർട്ടികൾ വരെ സമ്മതിക്കും. രാഷ്ട്രീയ എതിരാളികൾ തമാശയ്ക്ക് പറയുന്നത് പോലെ തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെയുള്ള പാർട്ടിക്ക് അന്ന് ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു. CPMന് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും കോർപ്പറേഷനിൽ LDF അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായി മേയർ സ്ഥാനം CPMനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം രണ്ടാമത്തെ വലിയ കക്ഷിക്കായിരിക്കും നൽകുന്നത്. മുൻപായിരുന്നുവെങ്കിൽ അത് CPI കൊണ്ടുപോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPI അല്ലെങ്കിൽ കേരള കോൺഗ്രസ് കൊണ്ടുപോകും. എന്നാൽ കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇടതുപക്ഷം നൽകിയിരുന്നത് CPIക്കല്ലായിരുന്നു, അത് RSPക്കായിരുന്നു. 2014 പ്രേമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം RSP മുന്നണി മാറി കോൺഗ്രസിലേക്ക് എത്തുന്നതുവരെ RSP തന്നെയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 7-8 സീറ്റുകളിൽ RSP വിജയിക്കുമായിരുന്നു, CPM പ്രവർത്തകരുടെ വോട്ടുമുണ്ട്. അതുമാത്രമോ, LDF അധികാരത്തിലിരിക്കുമ്പോൾ RSPക്ക് മന്ത്രിമാർ ഉണ്ടായിരുന്നു, 2-3 MLAമാർ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് MP സ്ഥാനത്തിന് വേണ്ടി ചുരുക്കം ചില ആൾക്കാർ ഉൾപ്പെടുന്ന തൻ്റെ പാർട്ടിയുമായി പ്രേമചന്ദ്രൻ LDF മുന്നണി വിട്ടത് എന്നാണ് ആരോപണം. അതിനുശേഷം നടന്നതോ? കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് 2 തവണയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം. എന്നാൽ 2014 ശേഷം രാഷ്ട്രീയപരമായി RSP കേരള രാഷ്ട്രീയത്തിൽ എന്ത് പങ്കാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഒരേ ഒരു ജനപ്രതിനിധി പ്രേമചന്ദ്രൻ UDF മുന്നണിയിൽ MP-ആയി ഇരിക്കുന്നു എന്നല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ RSPയുടെ ഏതെങ്കിലും ഒരു അംഗത്തെ മഷിയിട്ട് നോക്കിയാൽ കണ്ടെത്താൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ LDF മുന്നണി വിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ തങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചതെന്ന് RSP പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ മുന്നണി മാറ്റം RSPക്ക് അനിവാര്യമാണെന്ന് ചില ആവശ്യങ്ങളും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നിലവിൽ RSPയെ പിടികൂടിയിരിക്കുന്ന ഗതികേടിൽ നിന്നും മാറ്റം ഉണ്ടാകണമെന്നുള്ള പ്രവർത്തകരുടെ നിരന്തരമായ ആഗ്രഹത്തിനും ആവശ്യത്തിനും ഒടുവിൽ തീരുമാനമാകുന്നു എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് RSP ചിലപ്പോൾ മുന്നണി മാറിയേക്കും എന്ന്. കൊല്ലം ജില്ലയിൽ മാത്രമായിരുന്നു RSPയുടെ പ്രവർത്തനമെങ്കിലും 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ മത്സരിച്ച RSP 2 സീറ്റുകളിലാണ് വിജയിച്ചത്. LDFനും UDFനുമായി നിലകൊള്ളുന്ന RSPകളുടെ പൊതുവായ കാര്യമാണ് പറഞ്ഞത്. ഇരവിപുരത്ത് മുസ്ലിം ലീഗിൻ്റെ PKK ബാവയെ തോൽപ്പിച്ച് അസീസ് ജേതാവായപ്പോൾ RSPയുടെ പരമ്പരാഗത ഉറച്ചകോട്ടയായ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ കോൺഗ്രസിലെ PK രവിയെ പരാജയപ്പെടുത്തി. അതേസമയം ചവറയിൽ UDFലെ RSP Bയിലെ ഷിബു ബേബി ജോൺ തൻ്റെ മുഖ്യ എതിരാളിയായ LDFലെ RSPയിലെ NK പ്രേമചന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിൽ കോൺഗ്രസിലെ G കാർത്തികേയൻ RSPയിലെ അമ്പലക്കര ശ്രീധരൻ നായരെ തോൽപ്പിച്ചു. അന്ന് പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോണിനോട് തോറ്റത് 6061 വോട്ടുകൾക്കായിരുന്നു.
ഈ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് NK പ്രേമചന്ദ്രനും അസീസും മറ്റുള്ളവരും LDF മുന്നണി വിടുന്നത്. അതേസമയം കോവൂർ കുഞ്ഞുമോൻ RSPയിൽ ലെനിൻസ്റ്റ് രൂപീകരിച്ച് LDFിൽ തന്നെ തുടരുകയായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും കോവൂർ കുഞ്ഞുമോൻ വീണ്ടും വിജയിച്ചു. പക്ഷേ LDFിൽ നിന്ന് പുറത്തുപോയി UDFിൽ ചേർന്ന പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും RSP 2014 ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും പച്ച തൊട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NK പ്രേമചന്ദ്രന് 2 തവണയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MP സ്ഥാനത്തിൻ്റെ ബലത്തിൽ മാത്രം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് RSP. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് 5 സീറ്റുകൾ നൽകിയെങ്കിലും 5ലും പരാജയമായിരുന്നു അവരെ കാത്തിരുന്നത്. അതിലേറ്റവും ഞെട്ടിച്ചത് പ്രധാന കേന്ദ്രമായ ചവറയിൽ ഷിബു ബേബി ജോണിൻ്റെ പരാജയമാണ്. മുൻ RSP നേതാവായ വിജയൻപിള്ളയുടെ മകൻ സുജിത്ത് വിജയൻപിള്ള 1000-ലധികം വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ അവസ്ഥയിലായി മാറുകയും ചെയ്തു. മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയം നേരിട്ട RSPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രം നൽകിയാൽ മതി എന്നാണ് UDFിൻ്റെ അനൗദ്യോഗിക തീരുമാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ, കുന്നത്തൂർ സീറ്റുകൾ മാത്രമായിരിക്കും UDF RSPക്ക് നൽകുക എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം താഴേക്ക് വരാൻ കഴിയുമോ അത്രത്തോളം താഴേക്ക് വന്നതിന് ഉദാഹരണമാണ് RSPയുടെ ഇന്നത്തെ സ്ഥിതി എന്നാണ് RSP പ്രവർത്തകർ തന്നെ കരുതുന്നത്. സ്വാഭാവികമായും പ്രേമചന്ദ്രനുണ്ടല്ലോ, അദ്ദേഹം RSPയുടെ MP അല്ലേ എന്ന ചോദ്യം ഉയരും. അത് ശരിയാണ്, പ്രേമചന്ദ്രൻ RSPയുടെ പാർലമെൻറ്റ് അംഗം തന്നെയാണ്. എന്നാൽ ഈ പ്രേമചന്ദ്രൻ പാർലമെൻറ്റ് അംഗമായതുകൊണ്ട് RSPക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചിലർ തിരിച്ചു ചോദിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ 2014 മുൻപ് RSPക്ക് മത്സരിക്കാൻ ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ പകുതിയായി കുറയുകയും അതിൽ പകുതിയോളം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന അവസ്ഥ കൈവരികയും ചെയ്തു. മുന്നണി മാറ്റത്തിലൂടെ RSP നേടിയെടുത്ത ആകെയുള്ള ഗുണം ഇതാണെന്നാണ് RSPയുടെ മുന്നണി മാറ്റം ആവശ്യപ്പെടുന്നവർ പറയുന്നത്. 2014 ശേഷം RSP, അതായത് പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ LDFിൽ നിന്ന് UDFിൽ ചേർന്ന RSPക്ക് ഒരു MLA ഉണ്ടായിട്ടുണ്ടോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അതിനുശേഷം എപ്പോഴെങ്കിലും RSPക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ RSPയുടെ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട്. സത്യത്തിൽ ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് RSP എന്ന പാർട്ടി നിലനിൽക്കുന്നത് പ്രേമചന്ദ്രന് വേണ്ടി മാത്രമാണ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് RSPയുടെ നിലവിലെ സ്ഥിതി എന്നിരിക്കെ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും RSPക്ക് കഴിഞ്ഞ തവണത്തെ അതേ സ്ഥിതിയാണെങ്കിൽ എന്തായിരിക്കും പിന്നെ ആ പാർട്ടിയുടെ ഭാവി എന്നുള്ളതാണ് ആ ചോദ്യം. നിലവിൽ UDF RSPക്ക് നൽകി വരുന്നത് 5 സീറ്റുകളാണ്. സ്ഥിരം 4 സീറ്റുകളും ഒരെണ്ണം സാഹചര്യം അനുസരിച്ചും. കൊല്ലം ജില്ലയിലെ ചവറ, ഇരവിപുരം, കുന്നത്തൂർ നിയമസഭാ മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലവുമാണ് RSPക്ക് UDF സ്ഥിരമായി നൽകുന്ന സീറ്റുകൾ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു സീറ്റും കൂടി UDF നൽകുന്നുണ്ട്. അത് മിക്കവാറും വടക്കൻ ജില്ലകളിലെ ഏതെങ്കിലും മണ്ഡലങ്ങളായിരിക്കും. കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നിയമസഭാ മണ്ഡലമായിരുന്നു RSPക്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ UDF RSPക്ക് നൽകി വരുന്ന 5 സീറ്റുകളിൽ നിന്ന് 3 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെ വരുമ്പോൾ അവർക്ക് മത്സരിക്കാൻ 2 സീറ്റുകൾ മാത്രമായി മാറും. ഈ 2 സീറ്റുകളിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP എന്ന പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. RSP LDFിൽ നിന്ന സമയത്ത് അവരുടെ നില സുരക്ഷിതമായിരുന്നു എന്ന വാദങ്ങളാണ് ഈ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് UDF വിട്ട് LDFിലേക്ക് പോയാൽ ഇനിയുള്ള കാലം പാർട്ടി സുരക്ഷിതമായിരിക്കും എന്ന വാദങ്ങളും അവർ ഉയർത്തുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെയും കാലമായതുകൊണ്ട് തന്നെ RSP മുന്നണി മാറാൻ ആഗ്രഹിച്ചാൽ LDF വലിയ വിലപേശൽ നടത്തില്ല എന്നുള്ള വിലയിരുത്തലും ഈ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്ന RSP പ്രവർത്തകർക്കിടയിലുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് തങ്ങൾ ഇടതുപാർട്ടിയാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ കാര്യമാണ്. എന്നാൽ നേതാക്കളുടെ കാര്യം എന്തായിരിക്കും? സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നണി മാറ്റത്തെ മനസ്സുകൊണ്ട് RSPയിലെ നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ RSPക്കൊരു മാറ്റം അത്യാവശ്യമാണ്. ഇത്തവണയും ആ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ
അടുത്ത തവണ പാർട്ടി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളിൽ ഭൂരിപക്ഷവും മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നുമുണ്ട്. പക്ഷേ മുന്നണി മാറ്റത്തെ അനുകൂലിക്കാത്ത RSP നേതാക്കളിൽ ഒരേ ഒരാൾ NK പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ മുന്നണി മാറ്റത്തെ അനുകൂലിക്കാത്തതിന് കാരണമുണ്ട്. പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള RSPയാണ് LDFിലേക്ക് ചെല്ലുന്നതെങ്കിൽ CPM ഒരിക്കലും ആ ബന്ധം അംഗീകരിക്കില്ല. പ്രേമചന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ടുള്ള മുന്നണി മാറ്റം മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് CPM നേരത്തെ RSP നേതാക്കളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ RSP എന്ന പാർട്ടി ഭൂരിപക്ഷവും LDFിലേക്ക് പോവുകയും പകരം പ്രേമചന്ദ്രനും പ്രേമചന്ദ്രനെ അനുകൂലിക്കുന്ന കുറച്ചാളുകളും മാത്രം UDFിൽ തുടരുകയും ചെയ്താൽ അവശേഷിക്കുന്ന പാർട്ടിക്ക് RSP എന്ന പാർട്ടിയുടെ ലേബലിൽ പിന്നെ ആ മുന്നണിയിൽ തുടരുക അസാധ്യമായിരിക്കും. മാത്രമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊല്ലം ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള RSPയുടെ അധികാരങ്ങൾ അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേമചന്ദ്രൻ RSPയുടെ മുന്നണി മാറ്റത്തെ എതിർക്കുന്നത്. ഒരർത്ഥത്തിൽ നിലവിൽ പ്രേമചന്ദ്രൻ മാത്രമാണ് RSP എന്ന പാർട്ടി. കാരണം അദ്ദേഹമാണ് RSPയിലെ ഒരേ ഒരു ജനപ്രതിനിധി. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളെ പരാജയപ്പെടുകയാണെങ്കിൽ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ MP ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും കൊല്ലം സീറ്റ് RSPക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.